ഹലോ മൈ ലവ്സ്, ഈ പാത്രം കത്രികയായിട്ട് ഞാൻ എവിടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് മുറ്റത്ത് മൈന എന്ന് പറയുന്നത്. മുറ്റത്ത് നമുക്ക് കുറേ പൊന്നാങ്കണ്ണി ചീരകളുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തെ തോരൻ നമ്മുടെ മുറ്റത്തുള്ള പച്ചക്കറിയായിട്ട് തന്നെ ആകാം എന്ന് വിചാരിച്ചിട്ട് ഈ പാത്രവും കത്രികയായിട്ട് ഇറങ്ങിയതാണ്. ഇത് മൊത്തം ഒന്നും പിച്ചാൻ എനിക്ക് സമയമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പിച്ചാൻ പറ്റുന്ന മാത്രം ഇലകൾ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചെടി 2-3 വീട്ടിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കാട് പോലെ വളരും. അപ്പം അങ്ങനെ പിന്നെ ഞാൻ കുറച്ചായിട്ട് നമുക്ക് ഇപ്പം എനിക്ക് ഉള്ളോട്ടൊന്നും കയറി പിച്ചാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് കുറച്ചായിട്ട് പിച്ചാണ്. ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ഇതിന് മുമ്പേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ വീടിൻ്റെ ഓരോ കോർണേഴ്സിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗ്രോ ബാഗിലും വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രോ ബാഗിൽ വളരുന്ന ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ ഇലകൾ മൊത്തം ഊട്ടയോട്ടായിട്ടിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയും മാത്രം പിച്ചിയോ, ഇതാണോ കുറച്ചേ പിച്ചെന്നുള്ളതെന്ന് വിചാരിച്ചതെന്ന്. പക്ഷേ ഇത് പിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നോക്കിയാൽ നമ്മൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അരിയല്ല, തണ്ട് നമുക്ക് എടുക്കാതെ ഇല മാത്രം എടുത്താലേ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ. ഗുണം ചിലപ്പോൾ തണ്ടിനായിരിക്കും, പക്ഷേ തണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇലകൾ മാത്രം പിച്ചിന് ശേഷം ഒന്ന് കഴുകി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നോർമൽ തോരൻ ഉണ്ടാക്കുന്ന പോലെ തോരൻ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന തണ്ട് അതുപോലെ ഇരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഒരു ലോഡ് എടുത്തപ്പോഴത്തേനും നമുക്ക് ആകെ കിട്ടിയത് ഈ ഇലകളാണ്. കാരണം മറ്റു ഇലകളിൽ ഒരുപാട് ഹോൾസ് ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം എടുത്തില്ല. അപ്പം ഇത് അടിപൊളി തോരനാണ്.